ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. എന്താണ് എപ്സ്റ്റീൻ ഫയലുകൾ? അമേരിക്കൻ കോടീശ്വരനും ലൈംഗിക കുറ്റവാളിയുമായിരുന്ന ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രഹസ്യരേഖകളാണ് എപ്സ്റ്റീൻ ഫയലുകൾ. 2025 അവസാനത്തിലും 2026 ആദ്യത്തിലും അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥ പുറത്തുവിട്ട ഈ ഫയൽസിന്റെ ഉള്ളിൽ 30 ലക്ഷത്തിലധികം പേജുകളും 1000-ലധികം ഫോട്ടോസും വീഡിയോസും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനി ആരാണ് ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് നോക്കാം. ലോകത്തെ അതിസമ്പന്നന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിലാണ് ഇയാൾ ജയിലിലായത്. 2019 ജയിലിനുള്ളിൽ വെച്ച് തന്നെ ഇയാൾ മരിച്ച നിലയിൽ കാണപ്പെട്ടു. എപ്സ്റ്റീന്റെ കുറ്റകൃത്യങ്ങളിൽ കൂട്ടുനിന്ന പ്രമുഖന്മാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഫയല് പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. ബിൽ ക്ലിന്റൺ, ഡൊണാൾഡ് ട്രംപ് തുടങ്ങിയ പ്രമുഖരായ നേതാക്കളുടെ പേരുകളും ഈ ഫയലിലുണ്ട്. ഇനി ഇന്ത്യയെ എങ്ങനെയാണ് ഈ ഫയലുകൾ ബാധിക്കുന്നതെന്ന് നോക്കാം. ഈ ഫയലുകളിൽ ഇന്ത്യയിലെ പ്രമുഖരുടെ പേരും പരാമർശിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര്. ട്രംപിനെ പ്രീണിപ്പിക്കാനായി എപ്സ്റ്റീന്റെ ഉപദേശം സ്വീകരിച്ചിട്ടാണ് മോദി ഇസ്രായേലിൽ പോയതെന്നാണ് എപ്സ്റ്റീന്റെ മെയിലിൽ പറയുന്നത്. ഇതൊരു ബേസ്ലെസ് ആർഗ്യുമെന്റ് ആണെന്നും ഇത് വളരെ അവജ്ഞയോടെയാണ് കാണുന്നതെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അനിൽ അംബാനി, ഹർദീപ് സിംഗ് പുരി, അതുപോലെ തന്നെ ആത്മീയ ഗുരുവായ ദീപക് ചോപ്ര തുടങ്ങിയവരുമായിട്ടുള്ള ഇമെയിൽ സന്ദേശങ്ങളും ഈ ഫയൽസിൽ പറയുന്നുണ്ട്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് ഇതിൽ ഒരു അന്വേഷണം വേണമെന്നും അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്ക് ഇവരുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കണമെന്നുമാണ് പറയുന്നത്. ഈ എപ്സ്റ്റീൻ ഫയൽസ് നേരിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ഇതുവരെ ബാധിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഈ ഫയൽസിൽ പരാമർശിക്കുന്ന ചില വ്യക്തികൾ അല്ലെങ്കിൽ അവരുടെ കമ്പനീസ് ഒക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പം ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിച്ചേക്കാം. പലരും എപ്സ്റ്റീനെ കോണ്ടാക്ട് ചെയ്തിരുന്നത് ബിസിനസ് ആവശ്യങ്ങൾക്കും മറ്റുമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫയലിൽ ഒരു പേര് വന്നു എന്നതുകൊണ്ട് അയാൾ കുറ്റക്കാരനാവുന്നില്ല. സോ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.